ബോബി ചെമ്മണ്ണൂർ, ഹണി റോസ് ഈ വിഷയങ്ങൾക്കിടയിൽ നൈസായി ഒരു മാപ്പും പറഞ്ഞ് സ്കൂട്ടായിരിക്കുകയാണ് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ വേസ്റ്റ്, രാഷ്ട്രീയ മാലിന്യമായ PC ജോർജ്. കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ഒരു ചർച്ച, ആള് മാസാവാൻ വേണ്ടിയിട്ട് ഒരു ഡയലോഗ് അടിച്ച് 38,000 മുസ്ലിം പോപ്പുലേഷനുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നാണ് ഞാൻ ഇത് പറയുന്നത്, നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ്. ഇയാളുടെ ഡയലോഗായിരുന്നു ജനം ടി വിയിൽ ഇരുന്നിട്ട്. അതാദ്യം നിങ്ങളൊന്ന് കാണുക. എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ലെന്ന് പറയാം. ഞാൻ ഈരാറ്റുപേട്ട, മനസ്സിലായില്ല, ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PC പറയുന്നത്, നിങ്ങളെപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ? അല്ലെങ്കിൽ നമ്മുടെ NSS നമ്മുടെ മന്നത്തപ്പ പറഞ്ഞിട്ടുള്ള എന്നതാ? ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത്? തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത്. അതിനകത്തുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദം. മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ നമ്പ്യാരെ, ക്രിക്കറ്റ് നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ ഹേ ഹേ എന്ന് കൈയടിക്കുക. തറാൻ പറഞ്ഞവന്മാര്. അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത്, അല്ല കൊളിച്ചു കർച്ചവടൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനെ സത്യം പറയും. എന്നെ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ. അതുകൊണ്ട് പറയുക, നീ ഒക്കെ പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു പോയി കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്. ഞാനും പച്ചയ്ക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അച്ഛൻ്റെ പ്രായമുണ്ട്, അച്ഛനേക്കാൾ പ്രായമുണ്ട്, മുത്തച്ഛൻ്റെ പ്രായം കാണും. എന്നാലും പച്ചയ്ക്ക് ചോദിക്കുകയാണ് PC ജോർജിനോട്, നിങ്ങളുടെ അപ്പൻ്റെ വകയാണോ ഇന്ത്യ? നിങ്ങൾ വന്നിരുന്ന് അങ്ങോട്ട് പറയുകയാണ്, ഇറങ്ങി പോടേ, പാകിസ്ഥാനിലേക്ക് പോടേ എന്ന് പറയുവാൻ നിങ്ങളുടെ സീരിയസ് ആയിട്ട് എനിക്ക് പറയുന്നതിന് വളരെയധികം സങ്കടമുണ്ട്. ബട്ട് പറഞ്ഞേ പറ്റൂ. കാരണം ഇമാതിരി വർഗീയത പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അപ്പൻ്റെ വകയാണോ ഇന്ത്യ? എന്തിനാണ് മിസ്റ്റർ ഈ പൊളിറ്റിക്കൽ വേസ്റ്റായിട്ട് ഈ രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം ഇട്ടിട്ട് ജീവിക്കുന്നത്? 4 വോട്ടിനും ഒരു കസാലയ്ക്കും വേണ്ടിയിട്ട് ആരെ വേണേ എപ്പോൾ വേണേ മാറ്റി പറയും. മലയാളികൾക്കത് വ്യക്തമായിട്ടറിയാം. പണ്ട് SDPIയുടെ സമ്മേളനത്തിന് പോയി ഇരുന്ന് അടിച്ച ഡയലോഗ് മലയാളി മറന്നിട്ടില്ല. അതേ സാധനം ഇപ്പുറത്ത് വന്നിട്ട് സംഘപരിവാറിൻ്റെ വേദിയിൽ മാറ്റി പറഞ്ഞു. അവിടെ നാട്ടുകാർ ഉറപ്പിച്ചു, ഇതൊന്നിൽ നിന്നല്ല പലതിൽ നിന്ന് വന്നൊരു മുതലാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ രാഷ്ട്രീയ മാലിന്യങ്ങളെ ചുമക്കുന്ന കേരളം വളരെ ശോക അവസ്ഥയുടെ ഇവിടുത്തെ പൊളിറ്റിക്സിൽ. ഇമാതിരി സാധനങ്ങളൊക്കെ എടുത്ത് കളയണ്ടേ? സത്യത്തിൽ ഇവർക്കെതിരല്ലേ കേസ് വരണ്ടേ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, ഇവർക്കെതിരല്ലേ കേസ് വരണ്ടേ? ഇത്രയും പച്ച വർഗീയത ഒരു ചാനലിൽ ഇരുന്ന് വിളിച്ച് പറയുമ്പോൾ അനിൽ നമ്പ്യാർ അതിനും വലിയ മുതൽ 24/7 സാറ്റലൈറ്റ് ചാനൽ തുറന്നു വെച്ചിരുന്നിട്ട് പച്ച വർഗീയത ഒരാൾ വിളിച്ചു പറയുമ്പോൾ അത് എൻഡോസ് ചെയ്തിരുന്ന് ചിരിക്കണ്. നാണം, മാനം, മുളുപ്പ്, ഈ സാധനം വേണ്ടേ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ? ഇല്ല. ഇല്ലാത്തവന് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഏശാൻ പോകുന്നുണ്ടോ? ഇല്ല. ഇപ്പം അതാ കയ്യും കൂപ്പിപ്പിടിച്ച് മാപ്പുമായിട്ട് ഇരക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കേരള സ്റ്റേറ്റ് മുസ്ലിം യൂത്ത് ലീഗ്. ഈരാറ്റുപേട്ട അവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസിൽ. അവർ കംപ്ലൈൻറ്റ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. ഇനി എത്ര മാപ്പ് എന്നല്ല, ഇനി മാപ്പിൻ്റെ അപ്പുറം ഇനി എന്ത് പറഞ്ഞാലും അവർ കൊടുത്ത കംപ്ലൈൻറ്റ് അവർ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു.
ബോച്ച അയാൾ ചെയ്ത പ്രവൃത്തിക്ക് അകത്ത് കിടക്കുന്നു. ഇയാളെയും പിടിച്ച് അകത്തിടണം. മര്യാദയ്ക്ക് പോകുന്നൊരു നാട്ടിൽ ഈ ക്രിക്കറ്റിൽ വിക്കറ്റ് പോയപ്പോൾ കൈയടിച്ചു എന്നും പറഞ്ഞില്ലെങ്കിൽ ചിരിച്ചു എന്നും പറഞ്ഞിട്ട് അതിലൊക്കെ വർഗീയത കണ്ട് നടക്കാൻ താൻ ഈ അന്തവും പൂതിയും വെട്ടവും വെളിച്ചൊന്നും ഇല്ലേടേ തനിക്ക്. പി സി ജോർജ് കഷ്ടം. താൻ പി സി ജോർജിൻ്റെ മാപ്പപേക്ഷാക്കുറിപ്പ് നമുക്കൊന്ന് കാണാം. ജനം ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നെ പ്രകോപിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. കടന്നു വന്നതല്ല, താൻ പറഞ്ഞതാ. താൻ വേണമെന്ന് വെച്ച് പറഞ്ഞതാ. താൻ നമ്പർ അതൊക്കെ എടുത്ത് പറഞ്ഞതാ. മനസ്സിലായോ? 38,000 ചില്ലറാന്ന് താൻ ഒരു നമ്പർ അറിയോ? 40,000-ൽ 38,600 എന്നെങ്ങാണ്ട് താൻ നമ്പർ പറഞ്ഞിട്ടാ പറയുന്നത്. അങ്ങനെ കടന്നു വരലാവുന്നത്. ഇപ്പം മാപ്പ് അപേക്ഷിച്ച് ഇരക്കുമ്പോൾ എന്ത് നമ്പർ കുറഞ്ഞോ പി സി ജോർജിന്? നാണമ്മാനോ ഇല്ലേ? കേസായപ്പോഴത്തേക്കും പൂഞ്ഞാറിലെ സിംഹം പേടിച്ചോ? അല്ല, പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവനാ ഞാൻ, പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുന്നവനാ. ഒക്കെ എഴുന്നല്ലോ ഡയലോഗ്. കേസാവും വിഷയമാവും. ഇമാതിരി പച്ച വർഗീയത പറഞ്ഞതിന് നാട്ടുകാരെടുത്തിട്ട് ഉടുക്കും എന്നുള്ള സീൻ വന്നപ്പോൾ മെല്ലെ ഫേസ്ബുക്കിലൊരു മാപ്പപേക്ഷയായിട്ട് വന്നിരിക്കുക. മോൻ, ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം വിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരുപാധികം പിൻവലിക്കുന്നു. അച്ചാറിലിട്ട് വെച്ചതാണല്ലോ ഇയാൾ അഭിപ്രായങ്ങൾ മൊത്തം. ഇയാൾക്ക് തോന്നുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനും ഇയാൾക്ക് ഇങ്ങോട്ട് ക്ഷമ ചോദിച്ച് തിരിച്ചെടുക്കണം തോന്നുന്ന സമയത്ത് പിൻവലിച്ച് കൊണ്ടുപോകാനും. ഇതിനും വേണോടെ ഒരു ഉളുപ്പ്. അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു. വാ, കണക്കൊക്കെ പറഞ്ഞ് ഈരാറ്റുപേട്ടയിലെ ഇത്ര മുസ്ലിം ആളുകളുണ്ട്, അവരുടെ ഇടയിൽ നിന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പറയണത് അത് വേണം എഴുതാൻ. 40,000 ആളുകളിൽ 38,600 മുസ്ലിങ്ങളുള്ള സ്ഥലത്തിരുന്ന് ഞാൻ പറയുന്നു, ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് വേണം പി സി ജോർജോട് എഴുതാൻ. മാസടിക്കുമ്പോൾ മാത്രം വരുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, സഹിക്കൂലത്. എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അത് എല്ലാവർക്കും ഇടയിലുണ്ട്. എല്ലാവർക്കും ഇടയിലുള്ള കൂട്ടത്തിൽ ഒന്നാണ് താൻ. ഡൊമക്സിൻ്റെ പരസ്യത്തിൽ ഈ ക്ലോസറ്റ് കഴുകുമ്പോൾ ഞാൻ 2 കൃമികളെ കണ്ടിട്ടുണ്ട്. നീ ഇപ്പോൾ ഒരു കൃമിനെ കാണുന്നുള്ളൂ, അത് ഞാനാന്ന് വിചാരിച്ചു. മനസ്സിലായോ? കൃമിയും വേണ്ട, കൃമിയേക്കാൾ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? അതാണ് താൻ. അവരെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും. പി സി ജോർജ്. വീട്ടിൽ കണ്ണാടി ഉണ്ടെങ്കിൽ പി സി ജോർജ് അതിന് മുന്നിൽ പോയി നിൽക്കുക. എന്നിട്ട് ഈ ആദ്യം അടിച്ച ഡയലോഗ് ഉണ്ടല്ലോ, എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ, ഇതിങ്ങനെ നിന്ന് മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ പറയുക സ്വയം. തനിക്കാണ് ഈ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതി ഉള്ളത്. തൻ്റെ ഓരോ വാക്കിലും ഇത് മുഴച്ചു നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? മതം പറഞ്ഞ് ആളുകളെ വേർതിരിച്ച് കാണുന്ന താൻ, മതത്തിൻ്റെ കണ്ണിലൂടെ മാത്രം ആളുകളെ നോക്കി കണ്ടുകൊണ്ട് അവരെ വേർതിരിച്ച് അവരെ കുത്തിനോവിച്ച് അവരിലേക്ക് വൃത്തികെട്ട തൻ്റെ ഈ ഒരുമാതിരി എന്താ പറയുക ചൊറി പിടിച്ച മനസ്സുണ്ടല്ലോ തൻ്റെ, ആ സാധനം, തൻ്റെ വർഗീയതയുടെ ചൊറി പിടിച്ച സാധനം താൻ എടുത്ത് പുറത്ത് വെച്ച് ആ ബാഗേജ് പുറത്ത് വയ്ക്കുമ്പോൾ അത് നാറുന്ന ഒരു സാധനമാണെന്നും ആ നാറുന്ന സാധനം കേരളത്തിലുള്ളവർ കഷ്ടപ്പെട്ട് സഹിക്കുക എന്നുള്ളതും താൻ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കുറേ നാറിക്കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് ചെയ്യുന്നറിയോ, ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്തിട്ട് മൂടി അതിന് മുകളിൽ മണ്ണും വെച്ചിട്ട് തയ്യും വെച്ചിട്ട് പോകും. ഇങ്ങനെ നാറിപ്പൊളിച്ച് ജീവിക്കാൻ നാണോ മാനോ ഇല്ലേ മനുഷ്യ? 4 വോട്ടിനും ഒരു കസാലയ്ക്കും വേണ്ടി എത്ര വട്ടം എത്ര സ്ഥലത്ത് എന്തൊക്കെ മാറ്റി പറയുന്നത്. ഇങ്ങനൊരു ജന്മം, ഇയാളെക്കുറിച്ച് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലടേ. കാരണം ഇതൊന്നും നന്നാവാൻ പോകുന്ന വകുപ്പല്ല. മനസ്സിലായി? ഇതൊന്നും എവിടെയും നന്നാവാൻ പോകുന്ന വകുപ്പല്ല. ഞാൻ അന്ന് ഇയാൾ SDP-ൻ്റെ അവിടെയും ഇപ്പുറത്ത് വന്നിട്ട് ഇയാൾ ഈ പറഞ്ഞ മറ്റേ സംഘി ടീമിൻ്റെ ഒപ്പം നിന്ന സമയത്തും പറഞ്ഞ ആ സാധനം കൂടിയും വെച്ചിട്ട് ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നവരുൾപ്പെടെ
SDPI-യെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഇൻഡയറക്റ്റായി ആക്രമിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാൻ എളിവനായി എനിക്ക് കഴിഞ്ഞു. എനിക്ക് നിങ്ങൾക്കറിയാം ആകപ്പാടെ 1 മിനിറ്റാണുള്ളത്. എങ്കിലും ഉള്ള സമയം കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഇനിയും കഴിവുള്ളതുപോലെ ചെയ്യും. നിങ്ങളുടെ പ്രശ്നവും നിയമസഭയിൽ വരുമ്പോൾ ആരും കാണാൻ സാധ്യതയില്ലെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടി. പക്ഷേ നന്ദിയുള്ള ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മുസ്ലിം സംഘടനകൾ പിന്മാറണം. SDPയും സുഡാപ്പിയും പിന്മാറണം. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പിന്മാറണം. അത് പിന്മാറണമെന്ന് പറയുമ്പോ ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയണം, അത് ശരിയാണ്, ഈ കൊലപാതക രാഷ്ട്രീയം മുസ്ലിമിന് ചേർന്നതല്ല എന്ന് അവരും പറയണം. അതിന് പകരം എല്ലാവരും ഒരുമിച്ച് കൂടും. അതെങ്ങനെ? അതാ ഞാൻ എന്റെ കാര്യം കുറിച്ച് പറഞ്ഞു 97% മുസ്ലിം എന്ന് പറഞ്ഞു. ഇവിടെ തീവ്രവാദം എന്ന് പറയുന്നത് നമ്മുടേതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനങ്ങളെ വിശ്വസിക്കുന്ന ഒരുവനും രാജ്യദ്രോഹിയാകാൻ കഴിയില്ല, രാജ്യസ്നേഹിയാകാൻ കഴിയില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിർത്തി ഗാന്ധിയും അതുപോലെ തന്നെ അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വിസ്മരിച്ചു കൊണ്ടുപോകാൻ ഇവിടുത്തെ ഒരു സംഘപരിവാറിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ നീങ്ങുകയാണ്. എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു വിരോധമില്ലായിരുന്നു. പക്ഷേ ഇവരെവിടെ ചെന്നാലും മനസമാധാനം തരികയില്ല. അതുകൊണ്ടുള്ള പഴക്കമുണ്ട്. മനസമാധാനം ഇമ്മാതിരി കൃമികളോട് വയ്യ. പക്ഷെ എന്താ പറയുക, കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസും സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നത്, ഒരു മാപ്പ് പറഞ്ഞ് സ്കൂട്ടാവാൻ പാടില്ലല്ലോ. ഞാൻ കാരണം ഇയാൾ പറഞ്ഞ ഈ തെമ്മാടിത്തരം ഒരു 10 ആൾ കൂടുതൽ കണ്ടിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്ത് വെച്ചത്. ഒരു മാപ്പ് പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ട് താൻ പോണ്ട.